പല വാർത്തകൾ കേൾക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ പരിശോധിച്ച വാർത്ത, കോട്ടയത്ത് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘം. മറ്റൊരു ആലുവയിൽ നിന്നും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു 12 വയസ്സുള്ള പെൺകുട്ടി 25കാരനോടൊപ്പം നാടുവിട്ട കേസ്. പിന്നീട് ഇവരെ കണ്ടെത്തിയത് പൂണെയിൽ നിന്നാണ്. ഈ 12കാരിയെയും ഈ യുവാവിനെയും പൂണെയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളുടെ വലയിലായത്? ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു. അതായത് ഈ പ്രതിയായിട്ടുള്ള ഈ കുഞ്ഞിനെ, ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ യുവാവ് അഭിജിത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കേസിൽ നമ്മൾ ആദ്യം ഈ പെൺകുട്ടിയുടെ ഒരു ഐഡന്റിറ്റി പുറത്തു വരണ്ട എന്ന് കരുതി ഈ വാർത്ത പല മാധ്യമങ്ങളും വിശദമായി പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ ഇത് പുറം ലോകം അറിയേണ്ട കേസാണ്. നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളെയൊക്കെ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലവീശി പിടിക്കുന്നത്, അവരെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിയണം. കാരണം പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ സൗഹൃദങ്ങളെക്കുറിച്ച്, അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളെക്കുറിച്ചൊന്നും വിശദമായി പരിശോധിക്കാറില്ല. പലപ്പോഴും സമയത്തിൻ്റെ അല്ലെങ്കിൽ ജോലി തിരക്കൊക്കെ കാരണമായിരിക്കാം. പക്ഷേ ഇത്തരമൊരു അപകടം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഈ കേസ്, ആലുവയിലെ 12കാരിയുടെ മിസ്സിംഗ് കേസ് നമുക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിയണം. മാത്രമല്ല, ഈ പെൺകുട്ടിയെ ഇയാൾ കടത്തിക്കൊണ്ടുപോയത് എന്ത് ലക്ഷ്യമിട്ടാണ് എന്നതുകൂടി പുറത്തു വരേണ്ടതല്ലേ? ടോം, ഈ കേസിലെ തുടക്കം ടോം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത്രയും ഈ പ്രായപൂർത്തിയാവാത്ത അത്തരം വാർത്തകൾ, അവരുടേതായ കുട്ടികളുടെ സ്വഭാവത്തിൽ നിൽക്കുന്ന അവരുടെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വിടാറില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത്. 12 വയസ്സുകാരിയാണ് ഇങ്ങനെ പോകുന്നത്, സുഹൃത്തിനൊപ്പം പോകുന്നത് എന്നതാണ്. അതിപ്പോൾ അവർ തിരിച്ചെത്തിയിരിക്കുന്നു, ഇന്ന് തിരിച്ചെത്തിച്ചിരിക്കുന്നു. അവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അഭിജിത്ത് എന്ന് പറയുന്ന അയാളെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം 2023 കൊല്ലം ഓച്ചിറയിലെ ഒരു ലഹരി കേസിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. ഇയാൾ ആ കേസിൽ പ്രതിയായിരുന്നു എന്നതാണ്. അതായത് ഒരു ലഹരി പശ്ചാത്തലം, അങ്ങനെ കേസുകളുടെ ഒരു പശ്ചാത്തലം ഇയാൾക്കുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. അവിടെയാണ് ഇയാളുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മറ്റൊരു കാരണം ഉദ്ദേശശുദ്ധി സംശയിക്കുക എന്ന് പോലുമില്ല. 12 വയസ്സുകാരിയാണ് ഇയാൾക്കൊപ്പം പോയത്. അപ്പോൾ തീർച്ചയായും നടപടികൾ നേരിടേണ്ടതാണ്. ഇവരുടെ അടക്കമുള്ള മൊഴികൾ പോലീസ് എടുക്കുന്ന വേളയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നത്. ഇയാൾക്കെതിരെ കേസ്, ലഹരി കേസ് നിലവിലുണ്ടായിരുന്നു എന്നത് മാത്രമല്ല, പോലീസ് അന്വേഷിക്കുന്നു. ഇയാളോട് ഡൽഹിയിലേക്ക്, ഈ കുട്ടിയുമായിട്ട് ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് ഒരു ഇതര സംസ്ഥാനക്കാരൻ, ഇയാളുടെ ഒരു സുഹൃത്താണ് ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. ഇയാളെക്കുറിച്ച് കൂടി അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ, പ്രത്യേകിച്ച് റെയിൽവേ പോലീസിൻ്റെ അടക്കമുള്ള ഒരു കൂട്ടായ ഒരു യത്നമാണ് ഈ ഒരു വഴിത്തിരിവിലേക്ക്, കേസ് പുനെയിൽ വെച്ച് ഇവരെ പിടികൂടാനടക്കം എല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെ എല്ലാം തന്നെ സഹായിച്ചത്. കാരണം ഇതിൽ പോലീസിൻ്റെ അനാസ്ഥയെന്ന് ആരോപിച്ചുകൊണ്ട് സമരത്തിന് ഒരുങ്ങുന്ന വേളയിലാണ്. 4 ദിവസമായി എവിടെയാണ് ഈ കുട്ടി എന്നത് സംബന്ധിച്ച് ആർക്കും അറിവില്ല എന്ന വലിയ ശബ്ദങ്ങൾ ഉയരുന്നു, പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയത്ത് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക്, ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നടത്താൻ ഇരുന്ന ആ ഇടത്തേക്കാണ് ഈ വാർത്ത എത്തുന്നത്. ഇവരെ പൂനെയിൽ നിന്ന് ഇവർ 2 പേരെയും തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത്. തുടർന്നാണ് ഇന്ന് ആലുവ പോലീസ് സ്റ്റേഷൻ, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഈ അഭിജിത്തിനെ കുറിച്ചാണ്, ഈ സുഹൃത്തിനെ കുറിച്ചുള്ളതാണ്. ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് ഇവരെ കൊടുക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇയാളെക്കുറിച്ച് ദുരൂഹമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2023 കൊല്ലം ഓച്ചിറയിൽ ഒരു ലഹരി കേസിൽ ഇയാൾ പ്രതിയായിരുന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇയാളോട്
ഡൽഹിയിലേക്ക് എത്താൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇയാളുടെ സുഹൃത്താണ് അവിടേക്ക് എത്താനായിട്ട് രണ്ടുപേരോടും അവിടേക്ക് എത്താൻ നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. ഈ സുഹൃത്തിനെ കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാൾ ഏത് രീതിയിലുള്ളൊരു പരിചയമാണ്, ഇയാളുടെ ട്രാക്ക് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഏതെങ്കിലും മാഫിയയുടെ ഭാഗമാണോ ഈ അഭിജിത്ത് ഇതറിയണം. അതോടൊപ്പം ഇയാളുടെ ഈ ഒരു ഏതെങ്കിലും ഇതര സംസ്ഥാന മാഫിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ? മാത്രമല്ല കുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? കൂടുതൽ കുട്ടികൾ, പെൺകുട്ടികൾ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടോ? തീർച്ചയായും പോലീസ് ആ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു ട്രാക്ക് അറിഞ്ഞതും കൂടെ ലഹരി ഇടപാടിലെ ഒരു പ്രതിയാണ്. ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്ത് ഇതര സംസ്ഥാനക്കാരനാണ്. അവിടേക്ക് വരാൻ നിർദ്ദേശിച്ചതനുസരിച്ചുകൊണ്ട് ഇറങ്ങി അവിടേക്ക് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് ആവർത്തിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതിനൊരു ബാധ്യത നിലവിൽ പോലീസിനുണ്ട്. കാരണം അവർ പറയുന്നത് കേസുകളിൽ ഈ രീതിയിലുള്ളൊരു കേസ് റെക്കോർഡ് ഇയാളുടെ പേരിലുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണം, ഒന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുക. അപ്പോൾ അതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, ഇത്തരം സമൂഹ മാധ്യമങ്ങളടക്കം ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നിയന്ത്രണവും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടുകാർക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മൈനറായ ആളുകളെല്ലാം തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഈ സംഭവങ്ങൾ ഒന്നുകൂടി അടിവരയിടുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൊരു നിരീക്ഷണ സ്വഭാവം വളരെ കർശനമായി വേണം. ഒരുപക്ഷെ കുട്ടികൾ അത് എതിർക്കുമ്പോൾ അവർ അത് ഇപ്പോഴുള്ള ഒരു പ്രായത്തിലല്ല അത് എതിർക്കേണ്ടത്. കാരണം ഇത് മാതാപിതാക്കൾ കൂടി ഇത് എന്താണ് അവർ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ എന്നതെല്ലാം ഒരു നിശ്ചിത പ്രായം വരെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ അത് ആ വീട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടലുകൾ തന്നെയാണ് ഇതിലുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് ഫോൺ അതിൻ്റെ മറ്റ് സമൂഹ മാധ്യമങ്ങൾ കൂടി എത്തുമ്പോൾ മറ്റൊരു ലോകത്തേക്കാണ് ഇവരെത്തുന്നത്. അതിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളും അതിലെ ചതിക്കുഴികളും എല്ലാം തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അത്തരമൊരു കുടുംബാന്തരീക്ഷങ്ങൾ എല്ലായിടത്തും തന്നെ ഉണ്ടാവുകയും വേണം. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനെല്ലാം തന്നെ കഴിയണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. അത് ഉണ്ടാകാതിരിക്കട്ടെ. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.